ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ബൈറ്റ് കാണാനുണ്ടായി. അമ്പലപ്പുഴ എംഎൽഎ ശ്രീ ജി സുധാകരൻ്റെ. അതായത് ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ മെഡിക്കൽ കോളേജ് വഴിയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ വഴി കൊടുക്കുന്ന പൊതിച്ചോറ് നിർത്തിക്കണം, അത് അനുവദിക്കാൻ പാടില്ല, അത് ഗവൺമെൻറ് മേഖലയിൽ ചെയ്യേണ്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വലിച്ചു കീറി പ്രസംഗിക്കുന്ന ഒരു ബൈറ്റാണ് ഞാൻ കണ്ടത്. ഒരു പ്രസംഗത്തിൻ്റെ ശകലം. സത്യത്തിൽ ഞാനിപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു പോയോട്ടെ. ഇത് കേട്ടപ്പോൾ ചാച്ചന് പെട്ടെന്ന് വയ്യാതായപ്പോൾ പട്ടിണി, അർത്ഥപ്പട്ടിണി, മുഴുപട്ടിണിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ നേരെ വെച്ച് നീട്ടുമ്പോൾ അമൃത് പോലെ കണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഒരാളുടെ നേരെ നമ്മൾ കൈ നീട്ടുക എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും മോശമായ ഒരു കാലഘട്ടമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു മാർഗവുമില്ലാതെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെങ്ങനെ മറ്റൊരാളുടെ നേരെ കൈ നീട്ടും. ഡിവൈഎഫ്ഐ ഉള്ള സംഘടനകൾക്ക് കൊണ്ടുചെല്ലുന്ന പൊതിച്ചോറ് ഒരിക്കലും വെറുതെ ആവുന്നില്ല. അത് വാങ്ങിക്കാൻ ഈ പാവങ്ങളായിട്ടുള്ള മനുഷ്യർ ക്യൂ നിൽക്കുന്നത് ഞങ്ങൾക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്, മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്ന സമയങ്ങളിൽ. ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നമ്മളൊരു പക്ഷേ അവിടേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കിടക്കേണ്ടി വന്ന, അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു സഹായിയായിട്ട് നിൽക്കേണ്ടി വന്ന ഒരു പക്ഷേ നമ്മൾക്ക് ഈ പൊതിച്ചോറ് വാങ്ങിക്കേണ്ടി വരികയില്ലേ? വരിക തന്നെ ചെയ്യും. കാരണം നമ്മളെപ്പോഴും വലിയ സാമ്പത്തികമുള്ള ഒരാളല്ല, ഇപ്പോഴും സാമ്പത്തികമുള്ള ഒരാളല്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ അതിശയിച്ചു പോയത് മറ്റൊന്നുമല്ല, ഈ ജി സുധാകരൻ എന്ന് പറയുന്ന ആള് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നതാണ് ഞാൻ അതിശയിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ഇത് പറയാൻ സാധിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മറ്റുള്ളവർ പറയട്ടെ, പോട്ടെ, അത് അവരെ നമുക്ക് അങ്ങനെ പരിഗണിക്കും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ആരും ചിന്തിക്കുന്നതും. അവരങ്ങനെയുള്ളവരല്ല, അവർ മനുഷ്യപ്പറ്റുള്ളവരാണ്. അവർ ചെയ്യുന്നത് മനുഷ്യനെ കാണുകയും മനുഷ്യനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന, ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരായി മാറുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സത്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ച അപജയം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഉണ്ട്, കുറേ എണ്ണം ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ ബൈറ്റ് കണ്ടു, ഞാൻ ആളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. തിന്ന് ചീക്കപ്പന്നി പോലെ വീർത്തിട്ട് ഈ മനുഷ്യനായിട്ട് കാണാൻ പോലും കഴിയാത്ത ഈ വളരെ രഹസ്യമായിട്ട് സാമ്പത്തികം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റുകാർ, ഇവനെയൊക്കെ എടുത്ത് പണ്ടേ വെളിയിൽ കളയേണ്ട സമയം കഴിഞ്ഞു പോയി. അതാണ് കമ്മ്യൂണിസ്റ്റിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതായത് ഏതെങ്കിലും ഒരു വലിയ നേതാവിനെ സുഖിപ്പിച്ച് നിൽക്കുന്നവന് അവൻ സൂപ്പിച്ച് നിന്നിട്ട് പിന്നീട് ഒരു രക്ഷയില്ലെന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇനി വേറൊരാൾ അവിടെ ഇടയിലേക്ക് കയറുമെന്ന് കാണുമ്പോൾ ഉടനെ ചാടി പുറപ്പെട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നത്. UDF തരംഗമുണ്ടാകുമെന്ന് ഈ കുറേ വർഷത്തോളം ഈ രാഷ്ട്രത്തിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം പതുക്കെ UDFന്റെ സൈഡിലേക്ക് മാറി അവിടെ നിന്ന് ജയിച്ചിട്ട് ഇപ്പോൾ വന്നെന്ന് പറയുന്ന ഒരു വർത്തമാനമാണ്. അധികാരത്തിന്റെ അപ്പക്കഷ്ണം രുചിച്ചിട്ടുള്ള ആർക്കും അത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. ഈ ജി സുധാകരനെ പോലുള്ളവർ സത്യത്തിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് UDFയിലേക്ക് പോയത്? ഒരിക്കലുമല്ല. ഈ അധികാരവും അതിൻ്റെ സുഖവും ഒക്കെ അനുഭവിച്ച് 3 നേരം മൂക്കുമുട്ട തിന്നിട്ട് അണ്ണാക്കി വിരലിട്ട് ഛർദ്ദിച്ചിട്ട് വീണ്ടും തിന്നുന്നവരെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. പട്ടിണി പാവങ്ങൾ, അവർ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ അത് വലിയൊരു അമൃതമായിട്ട് കാണുന്നവരെ, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കൊടുക്കണ്ട എന്ന് പറയുന്ന ഇതുപോലെയുള്ള നികൃഷ്ട ജീവികളെ എന്താണ് നമ്മൾ വിളിക്കേണ്ടതാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യത്തിൽ ജി സുധാകരനെയൊക്കെ പണ്ടേ പാർട്ടി വെളിയിൽ കളയേണ്ടതായിരുന്നു. ജി സുധാകരനല്ല, ചിലരുണ്ട്, എനിക്കറിയാവുന്ന നമ്മുടെ ഇടയിൽ ഈ മേഖലയിൽ തന്നെ ചില കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. കമ്മ്യൂണിസ്റ്റ് എന്നുള്ള പേരും ഞാൻ ബാക്കി ഞാൻ പറയുന്നില്ല. ഇവനെയൊക്കെ എടുത്ത് പണ്ടേ ചവിട്ടിക്കൂട്ടി വെളിയിൽ കളഞ്ഞ ഇടിച്ച് ചമ്മന്തിയാക്കി ദൂരെ കളയേണ്ട സമയം കഴിഞ്ഞെന്ന് ഞാൻ പറയും. പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന, പാർട്ടിക്ക് മോശമുണ്ടാക്കുന്ന ചിലർ ഈ പാവങ്ങളെയും പട്ടിണിപ്പാവങ്ങളെയും അർത്ഥപ്പട്ടിണികളെയും ഒക്കെ ദുരുപയോഗിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് എന്ന് പേരുള്ള ചിലവന്മാർ, ഇവനെയൊക്കെ എടുത്ത് പണ്ടേ വെളിയിൽ കളയണം. ഈ വെളിയിൽ കളഞ്ഞെങ്കിൽ പാർട്ടി നന്നാവുകയുള്ളൂ, പാർട്ടി മുൻപോട്ട് പോവുകയുള്ളൂ. പക്ഷെ സത്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ജി സുധാകരനെ പോലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്നേ ഉള്ളൂ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നോ എന്നൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കുക. കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ഇങ്ങനെ പറയാൻ സാധിക്കുകയില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെയല്ല പറയുന്നത്, അങ്ങനെയല്ല ചിന്തിക്കുന്നത്. മനുഷ്യനോട് ചേർന്നുകൊണ്ട് മനുഷ്യനെപ്പറ്റി ചിന്തിക്കുന്നവരായിരിക്കും.